മാന്യ സുഹൃത്തുക്കൾക്ക് വന്ദനം. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീമാരുടെ അറസ്റ്റിനോട് ബന്ധപ്പെട്ട് ഇവിടെ ഭയങ്കരമായ മതപരിവർത്തനം നടക്കുന്നു എന്നും അത്തരത്തിൽ ശ്രീനാരായണ ഗുരുവിനെ മതപരിവർത്തനം നടത്താൻ വേണ്ടി ചില ക്രൈസ്തവ മിഷനറിമാർ ശ്രമിച്ചു എന്നും അവർ ഗുരുവുമായി വന്ന് സംസാരിക്കുമ്പോൾ ഗുരു അവരെ പരാജയപ്പെടുത്തി വിട്ടു എന്നും അത്തരത്തിൽ മറുപടി പറയുകയാണ് എങ്കിൽ ഇവിടുത്തെ മതപരിവർത്തനത്തെ അവസാനിപ്പിക്കുവാൻ കഴിയുമെന്നുമൊക്കെയാണ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നത്. അതിലൊരാൾ പറയുന്നത് ഇങ്ങനെയാണ്: ഛത്തീസ്ഗഡിൽ മിഷണറിമാർ മതം മാറ്റാൻ ശ്രമം നടത്തിയതും അതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളും ഇപ്പോൾ വാർത്താ മാധ്യമങ്ങൾ സജീവമായി നിൽക്കുകയാണല്ലോ. ഈ സമയത്ത് ശ്രീനാരായണ ഗുരുവിനെ മതം മാറ്റാൻ ക്രിസ്ത്യൻ മിഷണറിമാർ ശ്രമിച്ചതിന്റെ കാര്യമാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. മഹാഗുരുവിനെ മതം മാറ്റാൻ ശിവഗിരിയിലെത്തിയ ക്രൈസ്തവ മിഷണറിമാർ പറഞ്ഞു, ദൈവപുത്രനായ യേശു കുരിശിൽ മരണം വരിച്ചു മനുഷ്യരാശിയെ അവരുടെ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു. ഇത് കേട്ട് ഗുരുദേവൻ, വളരെ സന്തോഷം, അപ്പോൾ മനുഷ്യരെല്ലാം പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ. ശരി മിഷണറിമാർ, അങ്ങനെയല്ല, അങ്ങ് യേശു ക്രിസ്തുവിനെ സ്വന്തം കർത്താവും രക്ഷകനുമായി സ്വീകരിക്കണം, അപ്പോഴേ അങ്ങേക്ക് പാപമോചനം സിദ്ധിക്കൂ. അപ്പോൾ ഗുരുദേവൻ പറഞ്ഞു, ഓഹോ, നിങ്ങൾ ആദ്യം പറഞ്ഞത് യേശു കുരിശിൽ മരിച്ചപ്പോൾ മനുഷ്യരുടെ പാപങ്ങളെല്ലാം തീർന്നു എന്നാണല്ലോ. അപ്പോൾ യേശു കുരിശിൽ മരിച്ചിട്ടും മനുഷ്യർ പാപങ്ങളിൽ നിന്ന് മോചിതരായിട്ടില്ല അല്ലേ? ഇദ്ദേഹത്തോട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് മിഷണറിമാർ സ്ഥലം വിട്ടു. ഊണ് കഴിച്ചിട്ട് പോകാമെന്ന് ഗുരുദേവൻ പറഞ്ഞിട്ട് അവർ നിന്നില്ല. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം, ഗുരുദേവന്റെ അടുക്കൽ വന്നിട്ട് മിഷനറിമാര് പറഞ്ഞു പോലും ദൈവപുത്രനായ യേശു ക്രിസ്തു മാനവകുലത്തിന്റെ പാപത്തിന് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു, തൽഫലമായി മാനവകുലത്തിന്റെ പാപം പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോഴത്തേക്ക് ഗുരു പറഞ്ഞു അത്രേ, വളരെ സന്തോഷം, അങ്ങനെ എല്ലാവരും പാപത്തിൽ നിന്ന് മോചിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ. രണ്ടാമത് മിഷനറിമാർ ആവർത്തിക്കുകയാണ്, യേശുക്രിസ്തുവിനെ രക്ഷകനായി താങ്കൾ സ്വീകരിച്ചാൽ മാത്രമേ താങ്കളുടെ പാപത്തിന് പരിഹാരം വരികയുള്ളൂ. അപ്പോൾ അദ്ദേഹം മറുപടി പറയുകയാണ്, ഒരിക്കൽ നിങ്ങൾ പറഞ്ഞു എല്ലാവരുടെയും പാപം മാറി എന്ന്, രണ്ടാമത് നിങ്ങൾ പറയുന്നു യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണമെന്ന്. അത്രയും കേട്ടപ്പോൾ മിഷനറിമാർ ഇദ്ദേഹത്തോട് സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് പോയി എന്നാണ് ഏതോ ഒരു പുസ്തകത്തെ നോക്കി വായിച്ചിട്ട് ഈ മനുഷ്യൻ പറയുന്നത്. ഒരിക്കലും ഈ രണ്ട് വർത്തമാനം പറഞ്ഞിട്ട് ഒരു മിഷനറിയും പോവില്ല എന്നുള്ളത് വ്യക്തമാണ്. കാരണം അവതരിപ്പിക്കാൻ ഉള്ള കാര്യം കൃത്യമായി അവതരിപ്പിക്കാൻ എല്ലാ മിഷനറിമാർക്കും അറിയാം. മാനവകുലം എങ്ങനെ പാപത്തിൽപ്പെട്ടു എന്നും പാപത്തിൽ നിന്ന് പരിഹാരം എങ്ങനെ വന്നു എന്നും വളരെ കൃത്യവും ആധികാരികവുമായി പറയാൻ കഴിവുള്ള ഒരു വിഭാഗം തന്നെയാണ് ക്രൈസ്തവ മിഷനറിമാർ. കാരണം അവർ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് വിശുദ്ധ വേദപുസ്തകമാണ്. ആ വേദപുസ്തകത്തിൽ കർത്താവായ യേശുക്രിസ്തു മാനവകുലത്തിന് സ്വായത്തമാക്കി നൽകിയിരിക്കുന്ന നിത്യജീവനെ കുറിച്ചും രക്ഷയെക്കുറിച്ചും വളരെ കൃത്യമായ ബോധ്യം മിഷനറിമാർക്ക് ഉണ്ടാവാതെ ആരും തന്നെ സംസാരിക്കാൻ വരില്ല. മഹാഗുരുവിനെ പോലെ ഒരാളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം രക്ഷിക്കപ്പെട്ടില്ല എന്നതൊരു വലിയ സംഭവമൊന്നുമല്ല. ഗാന്ധിക്കും കൃത്യമായി യേശുവിനെ അറിയാം, വിവേകാനന്ദനും കൃത്യമായി യേശുവിനെ അറിയാം, ഇപ്പറഞ്ഞ ശ്രീനാരായണ ഗുരുവിനും യേശുവിനെ കുറിച്ച് അറിയാം. പക്ഷേ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം അവർക്ക് യേശുവിനെ കുറിച്ച് അറിയാതെ പോയി എന്നുള്ളത് യേശുവിന് എന്തെങ്കിലും കുഴപ്പമുള്ളതല്ല, ഇവർക്കത് അറിയാത്തത് കൊണ്ടാണ്. അദ്ദേഹം പറഞ്ഞ ഈ കാര്യങ്ങൾ വളരെ കേമത്തരമായി പറയുമ്പോൾ നാരായണ ഗുരുവിനെ കാണുവാൻ വേണ്ടി വൈക്കം സത്യാഗ്രഹം നടക്കുന്ന വേളയിൽ നമ്മുടെ രാഷ്ട്രപിതാവ് വന്നിരുന്നു. അപ്പോൾ അദ്ദേഹം നാരായണ ഗുരുവുമായി സംസാരിക്കുന്നതിനിടയിൽ സംസാരിച്ചൊരു പ്രധാനപ്പെട്ട ടോപ്പിക് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഹിന്ദുമതത്തിൽ രക്ഷയ്ക്കുള്ളത് എന്താണുള്ളത് എന്ന് പറഞ്ഞാൽ ജനത്തിന്റെ പാപങ്ങളിൽ നിന്നുള്ള രക്ഷയ്ക്കുള്ളത് എന്താണുള്ളത്. അതിന് പുള്ളി മറുപടി പറയുന്നത് മറ്റു മതങ്ങളിൽ ഉണ്ടല്ലോ എന്നാണ്. ഹിന്ദുമതത്തിൽ എന്താണുള്ളതെന്നാണ് ചോദിക്കുന്നത്. അതിന് മൂപ്പര് കൊടുക്കുന്ന മറുപടി മറ്റു മതങ്ങളിൽ ഉണ്ടല്ലോ എന്നുള്ളതാണ്. രണ്ടാമത് ഗാന്ധി ആവർത്തിക്കുകയാണ്, ഞാൻ ചോദിച്ചത് അതല്ല, ഹിന്ദുമതത്തിൽ രക്ഷയ്ക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. അതിന് നാരായണ ഗുരു കൊടുക്കുന്ന മറുപടി, അങ്ങനെയാണെങ്കിൽ താങ്കൾ കുറെ പ്രാവശ്യം ജനിക്കേണ്ടി വരും. അതിന്റെ അർത്ഥം
ഈ ജന്മത്തിൽ ഹിന്ദുമതത്തിൽ രക്ഷയ്ക്ക് ഓപ്ഷൻ ഇല്ല, പലവട്ടം ജനിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു 5-6 വട്ടം ജനിച്ചവർ എത്ര പേരായി ഭൂമിയിലുള്ളത്? ആരും തന്നെ ഇല്ല. മുൻപൊരിക്കൽ കുരങ്ങായിരുന്നിട്ട് ഇപ്പം മനുഷ്യനായിട്ട് വന്ന ആരെങ്കിലും ഉണ്ടോ? അതും ഇല്ല. പിന്നെ അടുത്ത ജന്മത്തിൽ വരാമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കുറെ ജന്മം കഴിഞ്ഞാലേ രക്ഷയ്ക്ക് വകുപ്പുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ആധാരം? എങ്ങനെങ്കിലും ഈ ഒരു ജീവിതം രക്ഷപ്പെടാതെ അവസാനിപ്പിക്കുക എന്ന പിശാചിന്റെ കുടലതന്ത്രം മാത്രമേ അതിനകത്തുള്ളൂ. അല്ലാതെ അതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ അറിയണം, നമ്മുടെ രാഷ്ട്രപിതാവിന്റെ ഒറ്റ ചോദ്യം, ഹിന്ദുമതത്തിൽ രക്ഷയ്ക്ക് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെന്നോ അത് ഇന്നതാണെന്നോ പറയാൻ കഴിയാതെ പോയൊരു മനുഷ്യനാണ് ശ്രീനാരായണ ഗുരു. നാരായണ ഗുരു കേരള ചരിത്രത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുള്ള മനുഷ്യൻ തന്നെയാണ്. അത് മനുസ്മൃതി ഇവിടെ കൊണ്ടുവന്ന് നടപ്പിലാക്കിയിരുന്ന ജാതി സമ്പ്രദായത്തിന് ഒരു വിലങ്ങിടാൻ അല്ലെങ്കിൽ സ്പീഡ് കുറയ്ക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ചരിത്ര ഗ്രന്ഥങ്ങൾ വായിച്ചാൽ അറിയാം, അന്ന് ഈഴവരും പുലയരും ഒക്കെ താണജാതിക്കാരായി കണക്കാക്കിയിരുന്നു. അന്ന് താണജാതിക്കാരായി കണക്കാക്കിയിരുന്ന പുലയരുടെ ഒരു മാടത്തിനകത്ത് കഞ്ഞി തിളച്ചുകൊണ്ടിരുന്നു എന്നും അത് ഇയാള് ചെന്ന് കണ്ടപ്പോൾ ചുറ്റും നോക്കിയിട്ട് ആരെയും കാണാത്തത് കൊണ്ട് അതിങ്ങനെ തിളച്ച് നശിക്കാതിരിക്കാൻ അതിനെ ഇറക്കി വെച്ചു എന്നും, തിരിച്ചു വീട്ടിൽ ചെന്നപ്പോൾ നാരായണന്റെ പിതാവ് ഇദ്ദേഹത്തെ ഒരുപാട് വഴക്ക് പറഞ്ഞു എന്നും, അതിന് കാരണം 1 പുലയരുടെ വീടിൽ കയറി എന്നുള്ളതാണ്, 2 അവരുടെ പാത്രത്തിൽ തൊട്ടു എന്നുള്ളതാണ്, 3 അവരുടെ ആഹാര പദാർത്ഥത്തിൽ തൊട്ടു എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ തൊട്ട ഇയാൾ അശുദ്ധമായി പോകുമെന്ന അന്നത്തെ മണ്ടൻ വിശ്വാസത്തിന്റെ പേരിൽ നിന്നുകൊണ്ട് നാണുവിന്റെ പിതാവ് അയാളെ, ശ്രീനാരായണ ഗുരുവിന്റെ പിതാവ് അയാളെ ശാസിക്കുകയാണ്. എന്താണ് സംഭവം എന്ന് മനസ്സിലാക്കാതെ അയാൾ പിന്നെയും മുൻപിലേക്ക് പോകുന്നു. മറ്റൊരിക്കൽ അയാൾ പഠിക്കാനായി ചെല്ലുമ്പോൾ കൂടിജാതിക്കാർക്ക് പലകയാണത്ര ഇരിപ്പിടം. ഇവർക്കൊക്കെ പരമ്പാണ് ഇട്ടിരിക്കുന്നത്, താണജാതിക്കാർക്ക് ഓലയും. ഇയാള് നേരെ ചെന്ന് പലകയിൽ ഇരുന്നെന്നാണ് പറയുന്നത്. അവിടെ ഇരുന്നത് അദ്ദേഹത്തെ മാറ്റി പുറകോട്ട് മാറ്റിയിരുന്നു. അതുകൊണ്ട് അദ്ദേഹം അവിടെ ഇരുന്ന് ചോദിച്ചു അത്രേ, ശ്വാസം നമുക്ക് ഏതാണ് വലിക്കേണ്ടത്? ചുരുക്കി പറഞ്ഞാൽ, അന്ന് സമൂഹത്തിൽ നിലനിന്നിരുന്ന സാമൂഹിക തിന്മകൾക്കെതിരെ കരുത്തോടെ പോരാടിയ ഒരു പോരാളി തന്നെയായിരുന്നു ശ്രീനാരായണ ഗുരു എന്നതിന് സംശയമില്ല. അടുത്ത അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ടിന്റെ അടുക്കൽ, ഒരു തീയനായ വൈദ്യരുടെ അടുക്കൽ പോയി. അപ്പോൾ അദ്ദേഹം അമ്പലത്തിൽ തൊഴാൻ പോകാൻ ഇറങ്ങി നിൽക്കുകയായിരുന്നു. ശ്രീനാരായണ ഗുരു ചോദിച്ചു അത്രേ, ഞാനും കൂടെ വന്നോട്ടെ? വന്നോളാൻ പറഞ്ഞ് 2 പേരും കൂടെ അമ്പലത്തിലേക്ക് പോയി. അമ്പലത്തിന്റെ ചുറ്റുമതിലുകൾക്ക് പുറത്തു നിന്ന് അയാൾ എത്തി വലിഞ്ഞ് തൊഴുതു എന്നാണ് പുസ്തകങ്ങളിൽ പറയുന്നത്. ഏതായാലും അങ്ങനെ റിസ്ക് എടുത്ത് തൊഴുന്ന സമയം മഴ വന്നു. അല്പം കഴിഞ്ഞപ്പോൾ അമ്പലത്തിനകത്ത് പൂജാരി പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഏതാണ്ട് ഇതിന്റെ പ്രസാദമോ എന്തോ സാധനം വലിച്ചെറിഞ്ഞു കൊടുത്തു എന്ന്. ഇദ്ദേഹം മുണ്ട് നിവർത്തിപ്പിടിച്ച് അതിലേക്ക് മേടിച്ചു. അപ്പോഴത്തേക്കും നാരായണ ഗുരു ചോദിക്കുകയാണ്, ഇതെന്തൊരു അസംബന്ധമാണ്, ഇതെന്തൊരു ഗതികേടാണ്. അപ്പോൾ തീയനായ വൈദ്യര് പറഞ്ഞു പോലും, ഇതാണ് നമ്മുടെ അവസ്ഥ. അവിടെ മുതൽ അദ്ദേഹം ഏത് താണവനും ചെന്ന് ആരാധിക്കാൻ സൗകര്യമുണ്ടാകേണ്ടതിന് അമ്പലങ്ങൾ ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചു. അനേകം അമ്പലങ്ങൾ കേരളക്കരയിലുടനീളം അദ്ദേഹം സ്ഥാപിച്ചു. 1888 അരുവിപ്പുറത്തുള്ള പുഴയ്ക്കകത്ത് ഇറങ്ങി കയ്യിൽ കിട്ടിയ ഒരു കല്ലെടുത്തുകൊണ്ട് കരയിൽ വെച്ചു കൊടുത്തിട്ട് സമൂഹത്തിലെ ജനത്തിന് ഇത് ശിവലിംഗമാണെന്നും ആരാധിച്ചു കൊള്ളാനും പറഞ്ഞ് ആർക്ക് വേണമെങ്കിലും ആരാധിക്കാൻ വാതിൽ തുറന്നിട്ടുകൊണ്ട് സാമൂഹിക നവോത്ഥാനം എന്ന മറ്റൊരെണ്ണം ഒരുക്കി വെച്ചു. പിന്നീട് പലയിടത്തും അദ്ദേഹം ശിവലിംഗം സ്ഥാപിച്ചു, ചിലയിടത്ത് കണ്ണാടി സ്ഥാപിച്ചു. ഒടുവിലത്തെ അമ്പലം സ്ഥാപിച്ചു കഴിഞ്ഞിട്ട് അയാൾ പറഞ്ഞത്, ഇനി നമുക്ക് അമ്പലങ്ങളല്ലേ ആവശ്യം, വിദ്യാലയങ്ങളും വ്യവസായങ്ങളുമാണ് ആവശ്യം എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ് പറയുന്നത്. അതിന്റെ അർത്ഥം, വിഗ്രഹാരാധനകളിൽ പെട്ടുകിടന്ന ജനത്തെ തൽക്കാലത്തേക്ക് പിടിച്ചു നിർത്താൻ ഒരു വിഗ്രഹം കൊത്തിയുണ്ടാക്കുക പോലും ചെയ്യാതെ
അരുവിപ്പുറം വെള്ളത്തിലിറങ്ങി ഒരു കല്ലെടുത്ത് കരയിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച് തൽക്കാലം ജനത്തിന്റെ പ്രയാസം മാറ്റാനും പിന്നീട് കണ്ണാടി വെച്ചു കൊടുക്കുവാനും അതിലൂടെ അങ്ങോട്ട് കൊണ്ടിരുന്ന വിദ്യാഭ്യാസത്തിലേക്കും വ്യവസായത്തിലേക്കും ജനത്തെ തിരിച്ചുവിട്ടുകൊണ്ട് സമൂഹത്തിൽ താഴേക്കിടയുള്ളവരെ ഉയർന്ന നിലയിലേക്ക് കൊണ്ടുവരാനും മനുഷ്യർ തമ്മിലുണ്ടായിരുന്ന ഐക്യം ഇല്ലാതാക്കാനും ശ്രമിച്ച മഹാരഥനായിരുന്നു അദ്ദേഹം എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഹിന്ദുമതത്തിൽ രക്ഷയില്ല എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. എന്നാൽ ക്രിസ്തു മാർഗത്തിലൂടെയുള്ള രക്ഷയെ തിരിച്ചറിയാൻ അദ്ദേഹത്തിന് കഴിയാതെ പോയി. അദ്ദേഹത്തിന് അത് മനസ്സിലായിരുന്നു എങ്കിൽ അദ്ദേഹം രക്ഷിക്കപ്പെടുമായിരുന്നു. അദ്ദേഹം രക്ഷിക്കപ്പെട്ടില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ആരെയും രക്ഷപ്പെടുത്താനും കഴിഞ്ഞില്ല. ഇന്നും അദ്ദേഹം വെച്ചിരിക്കുന്ന അമ്പലങ്ങളും അദ്ദേഹത്തെ അടക്കം പ്രാർത്ഥിക്കുന്ന നിലയിലേക്ക് സമൂഹം അധപ്പതിച്ചു പോയി എന്നല്ലാതെ മാനവകുലത്തിന് രക്ഷ ഉണ്ടായില്ല എന്നുള്ളതാണ് വളരെ ഖേദകരമായ കാര്യം. മിഷനറിമാരുടെ അടുക്കൽ എന്നല്ല, ഗാന്ധിക്ക് മുമ്പിലും നാരായണ ഗുരുവിന്റെ മറുപടികൾ ഇങ്ങനൊക്കെ തന്നെയായിരുന്നു. അതിനർത്ഥം അതിന്റെ ഒരു ആധ്യാത്മിക നേതാവൊന്നും ആയിരുന്നില്ല അദ്ദേഹം, സാമൂഹിക പരിഷ്കർത്താവായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് നാരായണ ഗുരു മിഷനറിമാരോട് പറഞ്ഞ് തർക്കിച്ചതുപോലെ എല്ലാവരും തർക്കിച്ച് രക്ഷപ്പെട്ടോളാം എന്ന് വിചാരിച്ചാൽ ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ദൈവം ഭോഷത്വമായത് തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞിരിക്കുന്ന വചനപ്രകാരം നൂറുകണക്കിന് ആൾക്കാർ രക്ഷയിലേക്ക് വരുന്നുണ്ട്. നൂറുകണക്കിന് ആൾക്കാർ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നുണ്ട്. ജനത്തിന് കാര്യം തിരിച്ചറിയുന്നുണ്ട്. തിരിച്ചറിവും വിവേകവും ഉണ്ടായി രക്ഷപ്പെടാൻ നമുക്ക് പ്രതീക്ഷിക്കാം, നമുക്ക് ആഗ്രഹിക്കാം. ഈ ഭൂമിയിൽ നമ്മൾ അല്പകാലം മാത്രമേ ജീവിക്കുന്നുള്ളൂ. അധികകാലം ഇവിടെ ജീവിതം ഉണ്ടാവില്ല എന്ന വസ്തുതയും തിരിച്ചറിയണം എന്ന് സ്നേഹത്തോട് ഓർപ്പിക്കുന്നു. മേ ഗോഡ് ബ്ലെസ് എവരിബഡി.